അങ്ങനെ ജനറൽ സ്റ്റഡീസ് 1 പേപ്പർ ഇന്ന് മോർണിംഗ് സെഷനിൽ കംപ്ലീറ്റ് ആയിരുന്നു. താരതമ്യേന കഴിഞ്ഞ വർഷങ്ങളുമായിട്ട് നോക്കുമ്പോഴേക്കും എളുപ്പമുള്ള ഒരു പേപ്പറാണ് ഇത്തവണ വന്നിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള സ്പിൻ ഓഫുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതുതായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ പോലും അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ചുകൂടി ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ കൾച്ചർ ആൻഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏകദേശം 85 മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഏൻഷ്യൻ്റ് മിഡീവിയൽ പാർട്ടിൽ നിന്ന് കൾച്ചർ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏകദേശം 4 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അത് തന്നെ ഹാരപ്പൻ ആർക്കിടെക്ചർ ഓൾറെഡി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഹാരപ്പയുടെ ടൗൺ പ്ലാനിങ്ങിനെ പറ്റി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ബേഴ്സ് റിലീജിയസ് സിൻക്രറ്റിസം, അക്ബറിൻ്റെ ദിൻ-ഇ-ലാഹി എന്ന് പറയുന്ന റിലീജിയനെ പറ്റിയുള്ള ചോദ്യമാണ്. അതും നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ചോദ്യം ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ദിൻ-ഇ-ലാഹി എന്ന് പറയുന്നത് പ്രിലിംസ് പഠിക്കുന്ന എല്ലാവരും കേട്ടുള്ള കാര്യമാണ്. അത് ബേസ് ചെയ്ത് അതിൻ്റെ ടേൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ചന്ദേല ആർക്കിടെക്ചർ, ഖജുരാഹ ടെമ്പിളിനെ പറ്റിയുള്ള ചോദ്യം, ഇതും ഒരു എക്സ്പെക്റ്റഡ് ലൈനിൽ തന്നെയുള്ള ചോദ്യമാണ്. പിന്നെ മോഡേൺ ഇന്ത്യൻ പാർട്ടിൽ നിന്ന് മഹാത്മാ ജ്യോതിറാവോ ഫൂലേൻ്റെ, അതും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. ജ്യോതിറാവോ ഫൂലേൻ്റെ സോഷ്യൽ റിഫോംസ് സബൾട്ടേൺ ക്ലാസ്സസിനെ ടച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതും കണ്ടൻറ്റിൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് ഇല്ലാത്ത ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ വേൾഡ് ഹിസ്റ്ററി ആസ് യൂഷ്വൽ അധികം ചോദ്യങ്ങളില്ല, ഒരൊറ്റ ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. ഫ്രഞ്ച് റെവല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അമേരിക്കൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ അതുപോലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷനിൽ മെയിനായിട്ട് 2 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. വളരെ ജേർണലിസ്റ്റിക് ആയിട്ടൊരു ചോദ്യമാണ് ഒന്ന്. 15 മാർക്കിന് പോളിറ്റി, എക്കോണമി, എഡ്യൂക്കേഷൻ, ഇൻ്റർനാഷണൽ റിലേഷൻ എങ്ങനെയാണ് ഏർലി ഇൻഡിപെൻഡൻസ് ഫേസിൽ ഇവോൾവ് ആയതെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൻ്റെ കൂടെ വയ്ക്കാവുന്ന ഒരു ചോദ്യമാണ് സിവിൽ സർവീസ്, എത്തോസ് ഓഫ് സിവിൽ സർവീസ് എങ്ങനെയാണ് നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം നാഷണലിസ്റ്റിക് കോൺഷ്യൻസും അതേപോലെ തന്നെ പ്രൊഫഷണലിസവും ചേർത്ത് ഇന്ത്യൻ സിവിൽ സർവീസ് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞതെന്ന്. അപ്പം ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. മാക്സിമം എഫക്റ്റീവ്നെസ്സിലൂടെ എല്ലാ പാർട്ടുകളും അഡ്രസ്സ് ചെയ്ത് വൃത്തിയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഒരു എഡ്ജ് തരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇത്തവണ വന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്നത് ജോഗ്രഫിയിൽ നിന്നാണ്. 100 മാർക്കാണ് ജോഗ്രഫിയിൽ ചോദിച്ചിട്ടുള്ളത്. അതും ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ജനറൽ ആയിട്ടുള്ള നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സുനാമീസ്, വാട്ട് ആർ സുനാമീസ്, ഹൗ ആൻഡ് വേർ ആർ ദേ ഫോംഡ്, സിലബസിൽ നിന്ന് അങ്ങനെ തന്നെ പിക്ക് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി എക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഓഫ് സോളാർ എനർജി ജനറേഷൻ ഇൻ ഇന്ത്യ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ UPSC ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. ഇതിന് മുൻ വർഷങ്ങളിൽ 2 or 3 വട്ടം ഇത് ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വാട്ട് ആർ നോൺ ഫാം പ്രൈമറി ആക്ടിവിറ്റീസ്, ഹൗ ആർ ദീസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ. നോൺ ഫാം പ്രൈമറി ആക്ടിവിറ്റീസും അതിൻ്റെ ഫിസിയോഗ്രാഫിക് ആസ്പെക്റ്റും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സീ ലെവൽ, അതെങ്ങനെയാണ് ഐലൻഡ് നേഷൻസിനെ ബാധിക്കുന്നതെന്ന്, അതും നമുക്ക് എഴുതാവുന്ന മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം തന്നെയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഫ് ഷോർ ഓയിൽ റിസർവ്സ് ഓഫ് ദ വേൾഡ്, എഗെയിൻ അനദർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇതും മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ളത് തന്നെയാണ്. സൊസൈറ്റി പാർട്ട് റിലേറ്റീവ്ലി എല്ലാ വർഷങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഒരു മോഡറേറ്റ് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 65 മാർക്കിനാണ് സൊസൈറ്റി പാർട്ടിൽ നിന്ന് ചോദ്യങ്ങൾ ഓവറോൾ ഉള്ളത്. സ്മാർട്ട് സിറ്റി മിഷൻ, സ്മാർട്ട് സിറ്റി എങ്ങനെയാണ് അർബൻ പോവർട്ടിയായിട്ടും ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അർബൻ പോവർട്ടീനെയും ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസും ഇത് അഡ്രസ്സ് ചെയ്യുന്നതെന്ന്. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിൽ നിന്ന് സൊസൈറ്റി പാർട്ടിൽ നിന്ന് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് അഗ്രസീവ് കൺസ്യൂമർ കൾച്ചർ വരുത്തുന്നത് എന്ന് നിങ്ങൾ കരുതുന്നു, ഒരു ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസും സൊസൈറ്റി ബേസ്ഡ് തന്നെയാണ്.
ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രീസ് എങ്ങനെയാണ് ഹെൽത്ത് കൺസേൺസ് ഉണ്ടാക്കുന്നത്, സസ്റ്റൈനബിൾ ഗ്രോത്തും എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനും എങ്ങനെയാണ് പാവപ്പെട്ട ആളുകളുടെ ഇൻട്രസ്റ്റിന് കോൺഫ്ലിക്റ്റ് ആകുന്നത്, അതേപോലെ തന്നെ ട്രൈബൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 2 ആസ്പെക്റ്റുകളാണുള്ളത്. ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ സെൻറ്റേഴ്സ് അറൗണ്ട് 2 ആസ്പെക്ട്സ്, ദോസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഓഫ് റീഹാബിലിറ്റേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റും റീഹാബിലിറ്റേഷനും എന്ന് പറയുന്ന 2 ആസ്പെക്റ്റിലാണോ ഇന്ത്യയിലെ ട്രൈബൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ചെയ്തിരിക്കുന്നതെന്നൊരു ചോദ്യം. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ഇത്തവണത്തെ ജനറൽ സ്റ്റഡീസ് പേപ്പർ വന്നിരിക്കുന്നത്. സിലബസ് കൃത്യമായിട്ട് തീർക്കുന്നവർക്ക്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്ന, റൈറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേപ്പറായിരുന്നു GS1 എന്ന് പറയുന്നത്. ഓക്കെ.